തന്തയില്ലാത്ത വിക്രമിന്റെ തന്തയുടെ വീട് കൊള്ളാം. ഒരു ചന്തമൊക്കെ ഉണ്ട്. നമസ്കാരം കുറുപ്പ് സാറേ. നമസ്കാരം. നമസ്കാരം. എന്താണ് വിക്രം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അച്ഛനെ കാണാൻ മകൻ വരുമ്പോ അത് മുൻകൂട്ടി അറിയിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ? അല്ല, വിക്രമിന് ഏത് വകയിലാണ് ഞാൻ അച്ഛനാവുന്നത്? അതെന്ത് ചോദ്യമാണ്? എന്റെ വിവാഹത്തിന് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നത് കുറുപ്പ് സാറല്ലേ? അങ്ങനെ അല്ല, ഈ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ പലരും എന്നെ അച്ഛ എന്നൊക്കെ വിളിക്കാറുണ്ട്. അല്ല, അതുകൂടെ പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്സിനൊന്നും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ചില ഒഴിയാബാധകൾ അതെന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഒഴിയാബാധയോ? അതാരാണ്? സാറിനെ ശല്യം ചെയ്യുന്നവര് തന്നെയാ എന്നെ ഉപദ്രവിക്കുന്നത്. മനസ്സിലായി. അവള് വിക്രത്തിന് തലവേദനയല്ലേ? ആ നാശം പിടിച്ചവൾ എന്ത് പ്രശ്നമാ ഉണ്ടാക്കിയത്? എന്റെ വിവാഹ ജീവിതവും ഒപ്പം എന്റെ ബിസിനസ്സും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അവള്. അവൾക്ക് അസൂയാണ് കുറുപ്പ് സാറേ. ഒരാള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ അവൾക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ സ്വന്തം അനുജത്തിയുടെ ഭർത്താവായ എന്നോട് കൊമ്പ് കോർക്കാൻ വരേണ്ട വല്ല കാര്യമുണ്ടോ? ചിലപ്പോ കല്യാണം നടക്കാതെ മൂത്ത് നരച്ചിരിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അവൾക്ക് ഇത് തന്നെയാണ് ജോലി, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. അതെ, എന്റെ സുഹൃത്ത് ഒരു ബിസിനസ്സുകാരുണ്ട്, സാഗറിനെ അവള് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ സമൂഹത്തിൽ വിലയും നിലയുള്ളവരാണ് അവളുടെ കളിപ്പാട്ടങ്ങൾ. അല്ല, കുറുപ്പ് സാറിനെ പോലെയുള്ള ഒരാൾക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? എന്ത് ചെയ്യാൻ, അവള് ബന്ധുവായി പോയില്ലേ, പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. കുറുപ്പ് സാറിന്റെ ബന്ധുവായതുകൊണ്ടായിരിക്കും ജഗൻ നിഴല് പോലെ അവളെ പിന്തുടരുന്നത്. അല്ല, അത് പിന്നെ പോലീസ് കേസ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജഗൻ അവളെ സഹായിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ യുവജന നേതാവെന്ന നിലയിൽ അവൻ അങ്ങനെ ചില സേവനങ്ങൾ ചെയ്യുന്നു മാത്രം. അതിനപ്പുറം ഒരു സപ്പോർട്ടും അവൻ വന്ദനയ്ക്ക് ചെയ്യുന്നില്ല. എന്നാൽ കുറുപ്പ് സാറിന്റെ ധാരണ തെറ്റാണ്. അവളോടൊപ്പം എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിന് ജഗൻ വന്നിരുന്നു. അതും നട്ടപ്പാതിരയ്ക്ക്. അവര് തമ്മിൽ വളരെ സൗഹൃദത്തിലാ. സൗഹൃദത്തിനൊപ്പം വല്ല ബന്ധമുണ്ടോന്ന എനിക്ക് സുമലതാമയും വിദ്യേച്ചി. അപ്പൊ ഞങ്ങളുടെ പേരൊക്കെ അറിയോ? കല്യാണ ദിവസം പരിചയപ്പെട്ടതല്ലേ? അല്ല, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുറുപ്പ് സാറിന്റെ ഭാര്യ മരുമകളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? വിക്രം ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നതല്ലേ, ഒരു ചായെങ്കിലും നൽകി സ്വീകരിക്കാതിരുന്ന? ചായ വളരെ നന്നായിട്ടുണ്ട്. ഓ, വർഷ എനിക്കറിയാം, നല്ല പെൺകുട്ടിയാ. എന്നാലും സാറിനെ പോലൊരു കോടീശ്വരനെ അവൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ആ കുട്ടി ചെയ്ത സുഹൃതം കൊണ്ടാ വിക്രമിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയത്. മതി 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 മതി, ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെന്താ സ്വകാര്യം? അതിനാണ് സ്വകാര്യമെന്ന് പറയുന്നത്. പിന്നെ സ്വകാര്യത്തിന് സ്വകാര്യമെന്നല്ല വേറെ എന്തെങ്കിലും പറയോ? കേറിപ്പൊടിയത്ത്. ഞങ്ങൾക്ക് സംസാരിക്കാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. അതൊന്നും വീട്ടിലെ സ്ത്രീകൾ അറിയണ്ട. സംസാരിച്ച വിഷയം വന്ദനയാണ്. വിക്രമിന്റെ രഹസ്യങ്ങൾ ചിലതൊക്കെ എനിക്കും മനസ്സിലായിട്ടുണ്ട്. എന്താ കുറുപ്പ് സാർ ഇത്? വെറുതെ എന്തിനാ അവരുടെ മുന്നിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല കേട്ടോ, സാറ് വെറുതെ പറഞ്ഞതാ. ഞാൻ മറ്റൊരാവശ്യത്തിനായി ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ഓഹോ. സുമലതാമയും കുറുപ്പ് സാറും ഒക്കെ കുടുംബസമേതം എന്റെ വീട്ടിലും വരും. വന്നിരിക്കും.
ഒരു രാഷ്ട്രീയക്കാരനായ കുറുപ്പ് സാറിന് എന്നെ പോലൊരു ബിസിനസ്സുകാരനായ കൂട്ടാളിയെ ആവശ്യമായി വന്നേക്കും. മനസ്സുകൊണ്ട് ഞാൻ അച്ഛനെ പോലെ കരുതുന്ന കുറുപ്പ് സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വളരെ സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി, അപ്പോ ഞാൻ വിളിക്കാം. ശരി എന്നാ. സന്തോഷം. ഓക്കെ ഓക്കെ ശരി. ഇതുവഴി പോയപ്പോ കുറുപ്പ് സാറിനൊന്ന് കാണാൻ കയറിയതാ. അതെന്തായാലും നന്നായി. നമുക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. അതെ. ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. കാണണം, കണ്ടേ തീരൂ. അതെന്ത് ചോദ്യ വന്ദനെ? ഇത് നമ്മുടെ ദിയമോള് പഠിക്കുന്ന സ്കൂളല്ലേ? എനിക്കിവിടെ വന്ന് തിരക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? ദിയമോൾക്ക് അങ്ങനെ ഒരു രക്ഷകനുണ്ടെങ്കിൽ എനിക്കത് കുറെ കൂടി ആശ്വാസമല്ലേ ഏട്ടാ. എന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയവും കിട്ടും. നന്ദിയുണ്ട് ഏട്ടാ. നമ്മൾ തമ്മിൽ അങ്ങനെ നന്ദിയുടെ കാര്യമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, എന്നും രാവിലെ ഓട്ടോയിൽ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടണം. വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നതും ഓട്ടോയിൽ തന്നെയല്ലേ? എന്നുമുള്ള ഓട്ടോ ചെലവ് താങ്ങാനാവില്ല. എന്റെ കയ്യിലോട്ട് കാശുമില്ല. അതുകൊണ്ട് ഇനിയുള്ള കുട്ടിയുടെ പോക്ക് വരവൊക്കെ എന്റെ ബൈക്കിൽ തന്നെ ആയിക്കോട്ടെ. അതിന്റെ ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. അതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വേറെ ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ കുട്ടിയുടെ സ്കൂൾ ഫീസിന്റെ കാര്യവും നീ അറിയണ്ട. അത് ഞാൻ കൊടുത്തോളാം. നീ എന്തെങ്ങനെ നോക്കുന്നേ? എനിക്കിപ്പോഴും അങ്കലാപ്പ് മാറിയിട്ടില്ല. പിശുക്കൊക്കെ കളഞ്ഞ് ഇങ്ങനെ പണം ചെലവാക്കാൻ വേണ്ടി ഏട്ടന്റെ കയ്യിൽ എവിടുന്നാ വരുമാനം?
സമയം ഒത്തുവരുന്നവരെ കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ പോട്ടെ. അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. സ്റ്റേഷനിൽ കൊടുത്ത ആക്സിഡന്റ് കേസ് പിൻവലിപ്പിക്കണം. അതിന് സാഗറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം വന്ദനയ്ക്ക് വേണ്ടി ചെലവാക്കിയാലും സാരമില്ല. അവളുടെ മനസ്സൊന്നലിഞ്ഞാൽ മതി. നമുക്ക് പോവാം. വാ. അല്ല, ഇതാരാ? സുന്ദരിക്കുട്ടി. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? ഇഷ്ടായി. മോൾക്ക് ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും അങ്കിളിനോട് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് വീട്ടിൽ പോണ്ടേ? വാ. വന്ദനെ ഒത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും നീ ഓർക്കുന്നത്. എവിടായിരുന്നു? ഒരു യാത്ര കഴിഞ്ഞു വരുന്ന ലക്ഷണം എന്തായാലും ഉണ്ട്. വന്ദനെ ഒത്തുള്ള യാത്രയായിരുന്നു എന്ന് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. എന്റെ ഏട്ടത്തിയമ്മേ, വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ വന്ദനയോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഏട്ടത്തി വിചാരിക്കും പോലെ പ്രണയിക്കാനും ശൃംഗരിക്കാനും ഒന്നുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല വന്ദന. വർഷയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. വിക്രം ഇവിടെ വന്നതും അമ്മാവനോട് വന്ദനെ കുറിച്ച് സംസാരിക്കാന്. അവര് തമ്മില് എന്താ സംസാരിച്ചെന്ന് ഒളിഞ്ഞെന്ന് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്താ വിക്രമ വർഷം തമ്മിലുള്ള പ്രശ്നം? ഏട്ടത്തി, പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാവുമ്പോ അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കളിച്ചാൽ മതിയോ? എനിക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും കേൾക്കാൻ സമയമില്ല. അടുക്കളയിലാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട്. ദേ, അമ്മ എന്നല്ല, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നല്ല പിടിയ. അല്ല അമ്മ, അത് പിന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അച്ഛന്റെ നിലപാട് മാറ്റം വേണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണോ നിന്റെ ചേട്ടത്തിയുടെ വിചാരം? വിദ്യയുമായി രാഷ്ട്രീയ കാര്യം പറയാൻ അവളാരാ? പാർട്ടിയുടെ വനിതാ സെക്രട്ടറിയോ? ദേ മോനെ, മാധവൻ നായരുടെ കുടുംബവുമായി നീ സഹകരിക്കുന്നതിൽ എനിക്ക് യാതൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷെ വന്ദന, അവള് ജാതകദോഷമുള്ള പെണ്ണ. അവളുമായുള്ള സൗഹൃദവും ഇടപെടലും ഒക്കെ അല്പം കുറയ്ക്കണം. അല്ല അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ വന്ദനയോടൊപ്പം അങ്ങനെ കറങ്ങി നടക്കുന്നൊന്നുമില്ല. ചന്ദ്രികാമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ അവളെ ഒന്ന് സഹായിക്കാൻ ഇറങ്ങിയതാ. വന്ദനയ്ക്കൊരു ജോലി ശരിയാക്കാൻ വേണ്ടി അവളോടൊപ്പം പോയത് തെറ്റാണോ? വർഷയെ കാണുമെന്ന് വന്ദന പറഞ്ഞപ്പോ വിക്രമന്റെ വീട്ടിലേക്ക് ഒന്ന് കയറി. അതിനൊന്നും ഞാനൊരു കുറ്റവും പറയുന്നില്ല. ആ കുട്ടിക്ക് നിന്റെ ഇടപെടലിൽ മാന്യമായൊരു ജോലി കിട്ടുമെങ്കിൽ അതൊരു പുണ്യോ മോനെ. അവൾക്കൊരു പെൺകുട്ടിയുടെ കാര്യം കൂടി നോക്കണമല്ലോ. ദേ, നീ എങ്ങനെ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടന്നാ പോരാ,
സ്വന്തം കാര്യം കൂടി നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ദേ, നീ എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണം. അതാ ഇനി അമ്മയുടെ ആഗ്രഹം. അമ്മേ, തെരഞ്ഞെടുപ്പും ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. എനിക്കും വേണമല്ലോ സ്വന്തമായിട്ടൊരു പദവിയും വരുമാന മാർഗവും ഒക്കെ. അത് കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. ദേ, അതൊന്നും ശരിയാവില്ല. ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയായി പോവും. ഈ അമ്മയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കില്ലേടാ. കുറേ നാളായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മ വീണ്ടും കല്യാണക്കാരൻ കുത്തിപ്പൊക്കി തുടങ്ങി. വന്ദനയുമായിട്ടുള്ള എന്റെ പ്രണയം തളരിട്ട് വരികയാണെന്ന് ഞാൻ അമ്മയോട് എങ്ങനെ പറയും? ഞാനിതെവിടെ പോയി കിടക്കായിരുന്നോ? ഇങ്ങോട്ട് കെട്ടിയടിക്കാൻ എന്താ എത്ര താമസം? ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയോ? കല്യാണം പുലോളി എന്നൊക്കെ പറഞ്ഞ് ചുറ്റി അടിക്കാതെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ? ഇല്ലെങ്കിൽ അധികം വൈകാതെ എല്ലാരും കൂടി എന്റെ ശവടൊക്കെ കൂടെ നടത്തും. ഇപ്പൊ എന്താ സാറേ പ്രശ്നം? ജഗനാണോ? അതെ, അവനിപ്പോ 24 മണിക്കൂറും വന്ദനയോടൊപ്പമാണ് കറക്കം. ആ ശാപം പിടിച്ചവളെ കൈകാര്യം ചെയ്യാൻ എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് സാഗറിനും. വന്ദനയ്ക്ക് മുമ്പിൽ കൈയും കേട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ. ഈയിടെ ആ വിക്രം ഇവിടെ വന്നിരുന്നു. ആ നശിച്ച വന്ദനയ്ക്ക് വേണ്ടിയിട്ട് വിക്രമിന്റെ ബംഗ്ലാവിന് പോയി ജഗൻ പ്രശ്നം ഉണ്ടാക്കിയെന്നു. എന്നും രാഷ്ട്രീയത്തിൽ നമുക്ക് വേണ്ടത് വിക്രമിനെ പോലുള്ള കോടീശ്വരന്മാരുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ കാൽക്കാശിന് പോക്കില്ലാത്ത ഒരു പീറ പെണ്ണിന് വേണ്ടി എന്റെ കുഞ്ഞ് എന്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണോ? ഉറുപ്പ് സാറിന്റെ മോനായതുകൊണ്ട് നമുക്ക് ശാരീരികമായി ജഗനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശാരീരികമായിട്ടുള്ള ഏർപ്പാടുകളൊന്നും വേണ്ട. വന്ദനയുടെ കാര്യത്തിലല്ലാതെ മറ്റേത് കാര്യത്തിലാണെങ്കിലും ജഗൻ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ശക്തി തന്നെയാണ്. അത് എനിക്കും പാർട്ടിക്കും. അത് വാസ്തവമാണ് കുറുപ്പ് സാർ. അത് വിട്ടേക്ക് സാറേ, നമുക്ക് ജഗന്റെ കാര്യത്തിലേക്ക് വരാം. അതെ, ജഗനെ പിണക്കാതെ വേണം വന്ദന എന്ന മാരണത്തെ അടിച്ചൊതുക്കാൻ. അത് വാസ്തവമാണ്. ഓ, ഇങ്ങനെ എല്ലാത്തിനും കയറി റാൻ മൂളാതെ ഈ അവസ്ഥ ഒന്നും മറികടക്കാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണോ കോപ്പേ? ഈ അവസ്ഥ മറികടക്കാൻ നമ്മളോടൊപ്പം സാഗർ മാത്രം പോരാ, വിക്രമം ഉണ്ടാവണം. കുറുപ്പ്, സാഗർ, വിക്രം എന്നീ ത്രിമൂർത്തികൾ ഒന്നിച്ചാൽ ഈ അവസ്ഥ മറികടക്കാൻ പറ്റും. ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഡാഗിനെയും കുട്ടൂസനും എത്ര ശ്രമിച്ചാലും ഈ രാജുവിനെ രാധയെയും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരോടൊപ്പം മായാവി ഉണ്ട്. മായാവി അത് ഈ ജന്തുവിനങ്ങ് തട്ടിക്കളഞ്ഞാലോ? അതൊന്നും വേണ്ട സാറേ, പാവമാണ്. ജഗനെ പോലെ ഉപദ്രവകാരിയല്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല. ഈ ചിത്രകഥകളൊക്കെ വായിച്ച് ഇവന് മുഴുവട്ടായി പോയാല് മോനെ ജഗ. അയ്യോ, സാർ എന്ത് ഭാവിച്ച വെട്ടൊന്ന് തുണ്ട രണ്ട് എന്ന പക്ഷക്കാരനാ കുറുപ്പ് സാർ. മോനെ, തേനെ, പാനെ എന്ന് പറഞ്ഞ് ജായിച്ചാ പോരാ. ജഗന്റെ മൂക്കുകയറിലെ പിടിയൊന്നും മുറുക്കിയില്ലെങ്കിലേ
അവൻ ചാടിപ്പോയിരിക്കും. അറിയാമടോ, പക്ഷേ ഇലക്ഷൻ കഴിയുന്നവരെ അവനെ പിണക്കുന്നത് ബുദ്ധിയല്ല. അവനൊപ്പം ഇല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് രാഷ്ട്രീയ ഭൂപടത്തിൽ കുറുപ്പിൻ്റെ പൊടി പോലും കാണില്ല. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. മൂക്കി കൂടെ പല്ലുകൊണ്ടു എന്നിട്ട് ചിത്രകഥ വായിച്ച് രസിക്കുക. മേലാൽ ഇതെങ്ങാനും വായിക്കുന്നാണ്ടാൽ ഇതെല്ലാം കൂടെ വാരിയിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് നിന്നെ കൂടെ അതിനകത്തിട്ട് കത്തിക്കും ഞാൻ. പറഞ്ഞ മനസ്സിലാവടാ? പോത്തുപോലെ പറഞ്ഞിട്ട് ഓഹോ, ഞാൻ പോവാണേ. ഈ കുറിപ്പ് ഇത് എവിടെ പോയിരിക്കാൻ? എന്നോട് ഇവിടെ വന്ന് കാത്തിക്കാൻ പറഞ്ഞിട്ട് സമയം കുറച്ചായല്ലോ. ആ അല്ല, ഈ രാഷ്ട്രീയക്കാർക്ക് പൊതുവെ കൃത്യനിഷ്ഠ കുറവാണല്ലോ. കാത്തു നിൽക്കാൻ പറഞ്ഞത് കുറിപ്പായതുകൊണ്ട് അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ. ആരായിരിക്കും അത്?